അതല്ല അല്ല ഛർദിക്കണ കാര്യം പറഞ്ഞതാ. എന്നാ നടക്ക്. ഞാൻ കൊടുക്കുന്ന ഞാൻ ചിലപ്പോ പൈസ എന്ത് തക്കാളി പച്ചമുളകും നമ്മളൊന്ന് പെണ്ണുങ്ങളെ നുള്ളി കഴിഞ്ഞാൽ പോലും ഒരു വേദന ആവാനല്ലേ നുള്ളിട് തന്നാ കാണാം. ഒരാള് റേഷൻ കടയിൽ നിന്ന് വരും കേട്ടോ. ആകെ കിട്ടിക്കണ എത്രയെന്നറിയോ? 2 കിലോ പച്ചരി. എന്നാലും 2 കിലോ പച്ചരി കിട്ടിയിട്ടുണ്ട്. അതിന് അല്ല അല്ല അതുകൊണ്ടൊന്നല്ല, ഇത് ഞങ്ങക്ക് ഏറ്റവും അല്ല ഞങ്ങളിന്ന് കേൾക്കും ഞങ്ങൾ അല്ല ഞങ്ങൾ ഏറ്റവും വലിയ താഴ്ന്ന കാടായിരുന്നു ഞങ്ങക്ക്. പിന്നെ വണ്ടി എടുത്തപ്പോ പിന്നെ ഒരു പേടിയായി. പിന്നെ ആരെങ്കിലും അങ്ങനല്ല, പിന്നെ ഈ വണ്ടി എടുത്തപ്പോ പിന്നെ ഒരു പേടിയായി. ആരെങ്കിലും കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാല് ചിലപ്പോൾ അത് നമുക്കൊരു പ്രശ്നമായി മാറുമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ ആക്കിയതാണ്. അല്ലാതെ പൈസ ഉണ്ടായിട്ടൊന്നല്ല. പൊന്നാറ ജനിച്ചേ പൈസ നമുക്കറിയണല്ലേ. ബാങ്കില് ലോണുണ്ട്, പിന്നെ സ്വർണം ലോണുണ്ട്, പിന്നെ എന്താ വേറെന്താ ലോണില്? കാറ് ലോണുണ്ട്. മൊത്തം ലോണിലാ. പോവാ എന്തായാലും സന്തോഷായില്ലേ? അതില്ല പ്രശ്നം. ഇങ്ങനെ അൽഹംദുലില്ലാ അങ്ങനെ പോകണ്ടൊക്കെ, അതുകൊണ്ട് പ്രശ്നമില്ല. അതൊന്നുമില്ല അൽഹംദുലില്ലാ. അപ്പൊ മനസ്സിലായില്ലേ? റേഷൻ കട അതാണ്. അപ്പൊ ഇനി എന്നും വരിക. എന്റെ പേര് അല്ല ഇവിടെയും നീലക്കാട് ഇരുന്നു. അല്ല ശരിക്കും അങ്ങനെ ഉണ്ടോന്ന് അറിയില്ല. ജസ്റ്റ് ഞാൻ അന്വേഷിക്കണം. കാരണം നമ്മളൊരു വണ്ടി എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ റെഡി പൈസ ഒക്കെ ഒന്നും എടുക്കുന്നത്. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടോ ശരിക്കും അന്വേഷിക്കണം. വെള്ളക്കാടായിരുന്നു ഒന്നും കിട്ടണില്ല. ഇത് ഞാൻ കാരണം ആയിരുന്നു. അങ്ങനെ ഇപ്പൊ ഉള്ളത് എവിടെ വെച്ച് കഴിഞ്ഞാല് ഫസീല ഡോക്ടർ അവിടെയാണ്. ഒരാൾക്ക് എന്താ വയ്യ, കൊറേ ഛർദിക്കണുണ്ട്, കൊറേ തൊണ്ടേന്ന് ബ്ലഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മുമ്പ് ശരിക്കും ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് കഫത്തിൽ ബ്ലഡ് വരുന്നതിന് വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെ വീണ്ടും വരുന്നുണ്ടപ്പോൾ ഒരു ടെൻഷൻ തുടങ്ങി അല്ലേ? ഓക്കെ അല്ലേ? എന്തായാലും കാണിച്ചു നോക്കാം. നീ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ലല്ലോ. അതല്ല അല്ല ഛർദിക്കണ കാര്യം പറഞ്ഞതാ. എന്നാ നടക്ക്, നടക്ക്. അത് ഏത്? അതോ ഹോട്ടല് അല്ലേ? അതിൻ്റെ അപ്പുറത്ത് ഹോട്ടലാണ്. അതൊക്കെ ആ ഓട്ടോഷയുടെ സ്റ്റാൻഡിൻ്റെ അപ്പുറത്തൊരു ഹോട്ടലില്ല, അതാണ്. അപ്പോൾ നടക്കുന്നോ? അവിടെ ഭയങ്കര ക്യൂ ആട്ടോ. പിന്നെ കഫക്കെട്ട് ഇന്ന് രാവിലെ തുടങ്ങിയാണ്. ഇതുവരെ ഒരു പ്രശ്നം തലവേദനയാവുക. ഡോക്ടർ എത്തിയിട്ടില്ല. പിന്നെന്താ ടോക്കൺ 12 നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് പിന്നെ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. കമോ വേദന ആവാൻ വേണ്ടിയിട്ടല്ലേ നുള്ളണ്? എല്ലാവരും പറയും നുള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനാൻ്റെ ഭർത്താക്കന്മാർ വീഡിയോ കാണുന്നുണ്ടെങ്കിലേ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെണ്ണുങ്ങളെ നുള്ളിക്കഴിഞ്ഞാൽ പോലും ഒരു വേദന ആവാനല്ലേ നുള്ളണ് തന്നാ കാണാം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുടിക്ക് പുതിയൊരു ആൾ വരുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ഇതാണ് ഫുഡ് ഉണ്ടാക്കുകയാണ്. സ്പെഷ്യൽ ലസ ആരെ വരുന്നേ ലസ ആരെ വരുന്നേ എന്താ വിശേഷം? മുസ്താഖ് എന്നിട്ട് ഞങ്ങളെ പുതിയ ക്യാമറമാൻ. കഴിഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു, അപ്പോൾ ഓൻ ക്യാമറമാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതെന്താ കുളിച്ചിക്കണ് ഇവിടെ? ഇത്ര നേരം കുളിച്ചിരുന്നില്ലല്ലോ. മൂത്രയിച്ചിക്ക. ഈ ആപ്പിളൊക്കെ അതിൽ മിനുക്കിയിട്ടുണ്ടാവും. അത് ഉമ്മാക്ക് കൊടുത്തല്ലോ കുറച്ച്. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ക്യാമറ എടുത്തപ്പോ കുളിച്ചിരുന്നില്ലല്ലോ. നോക്കേ കണ്ടില്ലേ? ചിക്കനൊക്കെ ഇതാ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പർവീൻ കുറച്ചൊക്കെ സെറ്റ് ആക്കിക്കണേ. ഇന്നൊരു സ്പെഷ്യലാണ് ഇവിടെ. ഒന്ന് നേരെ പറയണോ? പത്രത്തിൽ കൊടുക്കണോ? ഓ തലവേദന. അപ്പൊ നമ്മൾ ഉറപ്പിക്കേണ്ടി വരുമോ? എന്താണ് അപ്പള കുട്ടിക്കൈ കൊടുത്തേക്കണേ? അതിന് ഉറപ്പാ? ഒരാൾക്ക് ഞങ്ങൾ ഇന്ന് ഫർദൊക്കെ സെറ്റ് ആക്കിക്കണേ. പക്ഷെ ആൾക്ക് സമാധാനമല്ല. അതായത് ഫർദപ്പ് വേണ്ട എന്നൊക്കെ പറഞ്ഞു.
അപ്പോൾ പക്ഷെ ഞങ്ങൾക്ക് എടുക്കാതിരിക്കാൻ കഴിയണമില്ല. അപ്പോൾ ഞാൻ ജിൻസിയും പാടെ എന്ത് ചെയ്തു, സെറ്റാക്കിയതാ. അപ്പോൾ ഫർദ കൊടുന്നു. ഫർദ എങ്ങനെ ഉണ്ടോ ചോദിച്ചോട്ടെ. അമ്മ ഫർദ എങ്ങനെ ഉണ്ട്? ഭർത്ത പറ്റി ആ പിന്നെന്താ പ്രശ്നം? പിന്നെ സമാധാനല്ല. ഈ കടങ്ങള് വീടിയിട്ട് എന്നപ്പോ ഇതൊക്കെ സമാധാനം ഉണ്ടാവുക? അമ്മ കടങ്ങള് വീടിയിട്ടേ എന്നപ്പോ സമാധാനം ഉണ്ടാവുക? കൊഴപ്പൊന്നുമില്ലല്ലോ, അൽഹംദുലില്ലാ, അങ്ങനെ പോണില്ലേ. ആ അതല്ല, ദീനങ്കേടും ഇല്ലായിരുന്നാ തന്നെ അൽഹംദുലില്ലാ. കടല്ലാതെ ജീവിച്ചണം. ആരെ കടല്ലാതെ ഒരാള് ജീവിച്ചെന്ന് പറഞ്ഞിട്ടില്ല. കടല്ലാതെ ജീവിച്ചണം. ഇവിടെ കൂടി കടല്ലേ, ഇവിടെ കടല്ലേ, അപ്പുറത്ത് പോയോക്കാം എല്ലായിടത്തും. നോക്കി നോക്കി ഒരു ഉറുപ്പ് എടുത്തേക്കണം. കടായിട്ട് ആ കടനെ വേണ്ടിയിട്ടുള്ളൂ രണ്ടാമത്തെ കട ഉണ്ടാക്കാൻ പറ്റും. ശരി, അങ്ങനെ അത് കറക്റ്റാണ്. നമ്മള് നമ്മളെ ആവശ്യങ്ങൾ നിറവേറ്റാനാണ് കൂടുതൽ നോക്കുക. അപ്പോഴാണ് ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വേറെ വേറെ വരിക. എന്തായാലും അത് നോക്കിയിട്ട് കാര്യമില്ല. നമ്മളൊരു പരിപാടിക്ക് ഇറങ്ങുമ്പോൾ ഈ ഫർദ എടുത്തു വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാക്ക് ബർത്ത്ഡേ ഉണ്ട്, കുട്ടീൻ്റെ ബർത്ത്ഡേ 18-ാം തീയതിയാണ് ശരിക്ക്. അപ്പോൾ അതിൻ്റെ മുമ്പേ സെറ്റാക്കാനുള്ള പരിപാടി ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് വീഡിയോ വേറെ വീഡിയോ ഇടുന്നുണ്ട്, അടുത്ത ഇതിൽ വീഡിയോ ഇടുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിനുമ്മ പറഞ്ഞതാ ഫർദ ഒന്നും എടുക്കണ്ടെന്ന് ഉമ്മ പറഞ്ഞു കേട്ടോ, സത്യം. അപ്പോൾ പിന്നെ അങ്ങനെ എന്തായാലും എടുത്ത് സെറ്റാക്കി. എന്തായി കാര്യങ്ങൾ, എന്താ ഇവിടെ വരെ എത്തി? ഈ സാധനങ്ങളൊക്കെ അപ്പൊ ഇനി ഒരു മാസത്തിന് പച്ചക്കറി വേണ്ടല്ലോ. ഒരു മാസത്തിന് പച്ചക്കറി വേണ്ടല്ലോ. മത്തന് ചേനയൊക്കെ എന്തിനാണെന്നൊക്കെ ചോദിക്കണ്ടല്ലോ. ഒക്കെ വേണ്ടാന്നും പറയണ്ടോ? ഒക്കെ ഒക്കെ എന്തിനാ, ഒക്കെ വേണ്ടതാന്നൊക്കെ. പുളി കുത്താൻ കേട്ടോ. ഇത് നാളെ കറി വെക്കാം, നാളെ വെക്കാം, ഇത് മറ്റന്നാൾ വെക്കാം. ഇത് അതിന്റെ വിറ്റേന്ന്, അതതിന്റെ വിറ്റേന്ന്. പിന്നെന്താ പ്രശ്നം? എന്താ ചെയ്യാ? ഇതോ എന്താ സംഭവം അറിയോ? ഞങ്ങൾ ആരെയും പോയാലേ ഈ സാധനം കിട്ടും, അല്ലെങ്കിൽ വണ്ടി വരണം. അല്ലാണ്ട് ഇവിടെ സാധനം അടിച്ചാൽ കൊണ്ടുവരില്ല. ഞാൻ കൊടുക്കുന്ന ഞാൻ ചിലപ്പോ പൈസ എന്ത് തക്കാളി പച്ചമുളകും അപ്പൊ കഴിഞ്ഞില്ലേ. ഞാൻ വിചാരിച്ചു ഇതോടെ തീർന്നു വിചാരിച്ചു. ശരിക്കും നമ്മൾ ആണുങ്ങൾ ഇതിന് പ്രതിഷേധിക്കണം ശരിക്കും. കാരണം ഇവര് പച്ചക്കറി എന്നൊക്കെ പറയുമ്പോ കുറെ വീട്ടിലൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങണം, മനസ്സിലായോ? പച്ചക്കറിയൊക്കെ വീട്ടിലുണ്ടാക്കാൻ തുടങ്ങണമെന്ന്. കാരണം വീട്ടിലുണ്ടാക്കി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ ആളുകൾക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയണ്ടല്ലോ, വിത്ത് മാത്രം കൊണ്ടുകൊടുത്താൽ മതി, അത് എന്തെങ്കിലും. പക്ഷെ ഇവിടെ എന്തൊക്കെ ഉണ്ട് അമ്മ? ഇവിടെ എന്തൊക്കെ പച്ചക്കറി ഉണ്ട്? ഇവിടെ ഒന്നുമില്ല. അല്ല, ഇത് മരം മുരിങ്ങ, പിന്നെ വേപ്പിന്റെ ഇല. അല്ല, തക്കാളി ഉണ്ടായിരുന്നില്ലേ? തക്കാളിയോ ഉണങ്ങിപ്പോയോ? പിന്നെ മുളക്, പച്ചമുളക്, പിന്നെ പിന്നെന്താ വെണ്ടക്കന്റെ മരക്കാനൊക്കെ ഒന്നും കഴിച്ചില്ല അങ്ങനെ. എന്തായാലും ഒന്നാമത് സ്ഥലം ഇല്ലാത്തോണ്ടാട്ടോ ഞങ്ങക്ക് ആകെ വെള്ളം ഇഷ്ടം പോലെ, സ്ഥലം ഇല്ലാത്തോണ്ടാണ്. വാതില് തുറന്നോ? ഇതെന്താ? കുറച്ച് ഉപ്പേരി വെച്ച് കൊടുക്ക്. ഇതെന്താ? എന്ത് ചിരി ചിരിച്ചിന് ഇന്നിപ്പോ എന്തിനാണ് ഇന്നിപ്പോ എന്താ സ്പെഷ്യൽ? എന്താ പിന്നെ വെള്ളിയാഴ്ച അല്ലേ, ഉച്ചക്ക് എന്തായാലും മീനോ ഇറച്ചി മീനോ മേടിച്ചിട്ടില്ലല്ലോ. അപ്പൊ എന്നാ വൈകുന്നേരം കോഴി വാങ്ങി ബിരിയാണി വെക്കാച്ചിട്ടാണ്. അല്ലെങ്കിലും ഞങ്ങളെ കൂടിയിൽ എപ്പോഴും വെള്ളിയാഴ്ച ബീഫ് ഉണ്ടാവില്ല. ഞങ്ങളുടെ കൂടിയിൽ എപ്പോഴും ബീഫ് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഉണ്ടാവണമെങ്കിൽ ഇപ്പൊ വേണം. ഞാൻ ചിലപ്പോ ലേറ്റ് ആയിട്ട് ചിലപ്പോ നിസ്കരിച്ച് അങ്ങനെ അപ്പോഴും ലേറ്റ് ആവും, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ലേറ്റ് ഉച്ചക്ക്. അപ്പൊ എന്നാ കോഴി മേടിച്ചപ്പോ ദിവസം അരിന്റെ പഴയ ബിരിയാണിയാണ് വെക്കാന്ന് വിചാരിച്ചു. യെസ്, ദാറ്റ്സ് കറക്റ്റ്. അപ്പോൾ
ഇന്ന് ബിരിയാണിയാണ് ഗൈസ്. ഈ ശരിക്ക് സത്യം പറയണെന്ന് വെച്ച് കഴിഞ്ഞാലേ ഞാൻ ഇവരോട് പറഞ്ഞേ, ഇമ്മ എന്താ പറഞ്ഞേ, 1 കിലോ ബിരിയാണി മേടിച്ചാ മതി എന്ന് പറഞ്ഞില്ലേ ഇമ്മി ജിൻസി. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ടാക്കണല്ലേ നല്ലത്. ആ ഫുള്ള് മടിയാണ് എല്ലാവർക്കും. ഈ പെണ്ണുങ്ങളൊക്കെ എന്ത് സാധനങ്ങള്. ആ എന്നിട്ട് എന്താ വേടിക്ക് എളുപ്പമുണ്ട്. അപ്പൊ പണിയെടുക്കണ്ടല്ലോ, പണിയെടുക്കാതെ എങ്ങനെ തിന്നാന്ന് ആലോചിച്ചെടുക്കാണ്. ഇനിയിപ്പൊ വേറെ ഒന്നും കൂടി കെട്ടേണ്ടി വരും. ഇപ്പൊ ഇനി ചിക്കനാട്ടോ, ചിക്കനോട്ടുള്ള പരിപാടിയാണ്. ഇതെടുക്കാം. ഇവിടെയാണോ? ഇതിലിട്ട് മസാജ് ചെയ്യാനാവൂല. ഇതൊക്കെ എനിക്ക് ചെയ്യാനറിയും. പിന്നെ നമ്മൾ ചെയ്തിട്ട് പിന്നെ എങ്ങാനും ചിലപ്പോൾ ബിരിയാണി സെറ്റായാലേ പിന്നെ ഇവര് മടി ഓൾക്ക് കൂടുള്ളൂ. പിന്നെ നമ്മളെ ഒഴിഞ്ഞിക്കണം. അതുകൊണ്ടാണ് ഓരോ ഇത് നമുക്കറിയില്ല. അടിപൊളിയായിട്ട് ഇമ്മ മസാജ് ചെയ്യുന്നുണ്ട്. മസാജ് ചെയ്ത് കേട്ടോ ഇങ്ങനെ തിന്നാലോന്ന് ആലോചിക്കണം. അപ്പോൾ ഒരാളെ ഉറക്കാൻ കൊണ്ടായതാട്ടോ. എന്നിട്ട് ഉറക്കാൻ വേണ്ടിയിട്ട് വരുന്നു. പാട്ട് പാട്. പാട്ട് പഠിക്കാം. പാടില്ല സാ, പാട്ട് പാട്. മൈക്കാണതേ. ആ ഡാൻസ് കളിച്ചാ. പാട് പാട്. എന്ത് പാട്? മൈക്കോട്ട് ആട്ടടി, മൈക്കോട്ട് പപ്പക്ക് മൈക്കോട്ട്. അതെന്താ ഒരു വാവു ആക്കി നോക്കാം. വാവു ആരാ ആക്കി? എവിടെ വാവു? വാവു എടുത്തു. വാവു ആരാക്കി? വാവു ആരാക്കി? പറ, വാവു ആരാക്കി? പൊട്ടെത്തിയിട്ട് എവിടെയോ കൊണ്ടുപോയി. കേക്കോടെ കേക്കൂലേ? മൈക്കട്ടെ പറയണ കേക്കണ്ടേ? പറയണ കേക്കണ്ടേ? എന്നാ പോട്ടെ പപ്പക്ക പോട്ടെ. അവ 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 എവിടെ? വാവു എടുത്തു, വാവു എടുത്തു. ഓ ദോ വാവു അല്ലേ? ഓ കുട്ടിക്ക് വാവു വയ്ക്കാണേ. ഒരാള് വണ്ടി പോവാന്നൊക്കെ പറഞ്ഞ് സെറ്റായിട്ട് നിൽക്കാണ്. പോവാ ചാറ്റ് പോവാ. ചാവിയോടെ? ചാവിയോടെ? ഉമ്മീ ഇല്ല പറയും. ഉമ്മല്ല പപ്പ. പപ്പ പറയും. പപ്പ അങ്ങനെ കൊണ്ടുപോയില്ല. പോയി പണി നോക്ക്. പപ്പ പറയും. പപ്പ പറയും. പപ്പ പറയും. പപ്പ പറയും. പപ്പ പറയും. പപ്പ പപ്പ പറയും. ഉമ്മല്ല പപ്പ പറയും. പപ്പ പറയും. ചിരിച്ചണ്ട. പപ്പ പപ്പ പറയും. പപ്പ പറയടി. ആ സാധനം ഒരു അല്ലെങ്കിൽ നേരെ പോവാൻ പോലെ രണ്ടാളും. എവിടേക്ക് പോവാ ലസ? എവിടാ പോന്നെ? നോക്കണ്ടേ? അധികം കാറിലെ പോലെ എണ്ണ വസലാവൂലേ? തള്ളണ്ടേ വരും. ബാറ്ററി ഇല്ലേ? മറ്റേ ഫോണോ? എന്റെ ഫോണോ വേണോ? ഇർഷാദ് വല്ലപ്പോയുടെ ഫോൺ. ഇർഷാദ് വല്ലപ്പോ റിച്ച് ആകാനൊക്കെ ഇങ്ങനെ 2 ഐഫോണൊക്കെ കയ്യില്. പക്ഷെ പൊട്ടി പൊളിഞ്ഞിക്കുന്നേ ഉള്ളൂ. മുന്നോട്ടിക്കോ? ഇല്ല. അപ്പോൾ ഓക്കെ ബൈ. ടാറ്റാ ടാറ്റാ ടാറ്റ ഉണ്ടാ മോളെ. വാ 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 വാ. എടുക്കട്ടെ 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 എടുക്കട്ടെ. എവിടേക്കാ? ടാറ്റ ഉണ്ടാ? ടാറ്റ ഉണ്ടോ? ടാറ്റ ഉണ്ടാ? ഹലോ ടാറ്റ ഉണ്ടാ? ബൈ. ഇരിക്കോ ഷാ? ഇരിക്കോ? അപ്പോൾ ഓക്കെ ഓല് പോയി വന്നിട്ട് എടുക്കണേ ബാക്കി വീഡിയോ. ഫോൺ വേണ്ടേ?
അങ്ങനെ പെർവിൻ പൊരിക്കാൻ തുടങ്ങി. അമ്മ അത് ഒക്കെ വീഡിയോ എടുത്തിക്കണേ. സത്യം പറഞ്ഞു, ഞാൻ വിചാരിച്ചു ഞാൻ വരട്ടി വെച്ചാന്ന് പറയുങ്ങളോ? അത് സത്യം, ഞാൻ കള്ളത്തരം പറയില്ലെങ്കിലും പോയി കള്ളത്തരം പറയും. ഓക്കെ, അപ്പോൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കും. പക്ഷെ ഞാൻ എപ്പോൾ അവിടുന്ന് പോവാന്ന് അറിയില്ലെങ്കിൽ നല്ല തലവേദന ഉണ്ട്. ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാരും ദുആ ചെയ്യണം. അതിനല്ല എടാ സംഭവിച്ചു ഞാൻ മാറാന് ഓളമ്മ കേക്കണ്ട, അതല്ല ഉദ്ദേശിച്ചിട്ടോ. അതായത് ഒന്നും ഇല്ലായിരിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ എന്താ പിന്നെ മേ ഇപ്പൊ വീണീനു ഞാന്. ബർത്ത്ഡേ ഫംഗ്ഷന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി വന്നാട്ടോ. ഇതെന്താ ഇതിലെന്താ എന്നാ ലസ എന്നാ ലസക്കെന്നാ അല്ല ലസല്ലേ, സോറി ഇത് എമ്മിയാണല്ലേ. ലസ എടുത്തു. ആ ലസ കാണണ്ട കേട്ടോ, എന്നാ ഈ എടുത്തത് ലസ കാണണ്ട. ലസ നോക്ക ആരെടുത്തിക്കണ നോക്കാം, ലസ നോക്ക ആരെടുത്തിക്കണ നോക്കാം. മേ അതാ ഇതാണ് സഫാക്കോടുന്ന ഒരാള് കരയുന്നുണ്ട്. ജിൻസിന്റെ അടുത്ത് സഫാന്റെ കുട്ടി വന്നപ്പോ ആരാ എടുത്തിക്കണേ. ഹലോ ഗായ്സ്, bye bye. പിടിച്ചോ. അപ്പോൾ ഗൈസ് ബിരിയാണിയൊക്കെ തിന്ന് ഞങ്ങളിങ്ങനെ മുകളിലോട്ട് വണ്ടിയെ കൊടുന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ച് കളിക്കാം. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്ത അടിപൊളിയായിട്ട് വീഡിയോ വരണ്ടേ. ബിരിയാണിയൊക്കെ അടിപൊളിയായിരുന്നു. അളിയനൊക്കെ വന്നിട്ട് അളിയൻ്റെ അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത അടിപൊളിയായിട്ട് വീഡിയോ വരാം. അതുവരെക്കും ടാറ്റ ബൈ.